മിനിസ്റ്റർ പി രാജീവ് ആദ്യം ചേരുന്നുണ്ട്. നമുക്ക് ഓരോ മിനിസ്റ്റേഴ്സിനെയും കണ്ടുപോകാം ഈ ഘട്ടത്തിൽ. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പഴയ ഒരു SFIക്കാരൻ ഇന്നലത്തെ വൈകുന്നേരത്തെ വാർത്തയിൽ ഉണർന്നിരുന്നോ? സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും പൗരത്വ ബോധമുള്ള നിയമവാഴ്ചയെ കുറിച്ച് അറിയാവുന്ന ഏതൊരു മനുഷ്യരും ഉണർന്നിരിക്കേണ്ട സമയമാണല്ലോ. ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഗവർണർ ക്യാമ്പസിലേക്ക് വന്ന് തനിക്കെതിരെയുള്ള പോസ്റ്ററുകൾ നീക്കം ചെയ്യാനായി ആവശ്യപ്പെടുന്നു. നീക്കം ചെയ്ത പോസ്റ്ററിന്റെ ഇരട്ടി പോസ്റ്ററുകൾ നിമിഷവേഗം കൊണ്ട് ക്യാമ്പസിൽ ഉയരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സർവകലാശാലയിൽ, കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്നലെ രാത്രിയിൽ കണ്ടത്? അല്ല, നമ്മളെല്ലാവരും കണ്ട ഭാഗമാണല്ലോ. മിനിഞ്ഞാന്ന് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിൽ കണ്ട ഭാഗമാണ്. ഡൽഹിയിലാണോ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണോ പറഞ്ഞതെന്നറിയില്ല. പ്രതിഷേധങ്ങൾ വരുമല്ലോ. ബാനർ മുദ്രാവാക്യം വിളിച്ചാൽ അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ എന്ന് ആണ് ഗവർണറുടെ ഒരു പ്രതികരണം കണ്ടത് ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം അവിടെ വരേണ്ട കാര്യമില്ല. കാരണം ചാൻസലർ എന്നറിയില്ല ഏത് യൂണിവേഴ്സിറ്റിയിലും വരാം. പക്ഷെ നിയമത്തിനകത്ത് ചാൻസലറുടെ അധികാരങ്ങളെല്ലാം എന്താണെന്ന് അദ്ദേഹം വായിച്ചു മനസ്സിലാക്കില്ല. അതിന് ചില സംവിധാനങ്ങളുണ്ട്. അക്കാദമിക് ബോഡി ഉണ്ട്, സിൻഡിക്കേറ്റ് ഉണ്ട്, ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്, വിദ്യാർത്ഥി സംവിധാനങ്ങളുണ്ട്, ചാൻസലർ, വൈസ് ചാൻസലർ ഉണ്ട്. ഇതെല്ലാം തൻ്റെ ഒരു അധികാരമാണ് എന്ന് കരുതിയ ഏതോ പ്രത്യേക അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ പ്രകടിപ്പിച്ചതനുസരിച്ച് നിയമസഭ ഏറ്റവും ശരിയായ ഒരു തീരുമാനം എടുത്തു എന്ന് വ്യക്തമായി. ചാൻസലറെ എന്ന പദവിയിൽ നിന്ന് ഗവർണർ ഒരു നിമിഷം പോലും അങ്ങനെ ഒരു പദവിയിൽ തുടരാൻ അർഹതയില്ലാത്ത ഒരാളാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, നിയമസഭ വോട്ടിനിട്ട് പട്ടാക്കിയ ഒരു കാവൽ മന്ത്രിസഭ എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു കാവൽ ചാൻസലറായിട്ടല്ലേ ഗവർണർ തുടരുന്നത്. അതിനേക്കാളും കാരണം നിയമസഭ പാസാക്കിയ ഒരു ബില്ല് കയ്യിലുണ്ട്, അത് ഗവർണർ ഒപ്പിട്ടിട്ടില്ലെന്നുള്ളൂ. ഒപ്പിടുന്ന ആ നിമിഷം ഗവർണർ ചാൻസലർ പദവിയിൽ നിന്ന് പുറത്താണ്. അതല്ല, അതിന് തന്നെ വ്യത്യാസം. ഈ കാവലായി തുടരുന്നത് താൻ തന്നെ ഒപ്പിടാത്തതുകൊണ്ടാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കടിച്ചു തൂങ്ങി ചാൻസലറാണ്. കടിച്ചു തൂങ്ങി ചാൻസലർ ഇതിന് ഇദ്ദേഹത്തിന് പറ്റിയൊരു പണിയല്ല എന്ന് കേരളം മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയമസഭ നിയമം പാസ്സാക്കി. സുപ്രീം കോടതി പറഞ്ഞ ഒരു ഭാഗം ശ്രദ്ധിച്ചോളണം. തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരു അൺഎലക്റ്റഡ് ആളെ വെച്ച് അതിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല. ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? അതിനെ അട്ടിമറിക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ ഓരോ ബോഡി ഉണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പോവാന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷം കലുഷിതമാക്കാനല്ലേ. അദ്ദേഹത്തിന് ഒരു ചുമതലയും നിർവഹിക്കാനില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു തരത്തിലും ഇത്തരം ചുമതലകളൊന്നും നിർവഹിക്കാൻ അദ്ദേഹത്തിന് എന്തോ കാരണത്തിൽ ഇപ്പൊ കഴിയുന്നില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതാണ്. ഇദ്ദേഹത്തിന്റെ പ്രകടനം, അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങൾ, ശരീരഭാഷ, രീതികൾ എല്ലാം മനസ്സിലാക്കി അവർ നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഇപ്പൊ അവിടെ BJP ഗവർണർ ഇങ്ങനെ പെരുമാറുന്നത് അജ്ഞാതമായ എന്തോ കാരണങ്ങളാലാണ്. അതെ, അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാരണമായിട്ട് രാഷ്ട്രീയമായി പരിഹരിക്കാവുന്നതല്ല. രാഷ്ട്രീയമായി ഇപ്പൊ ഞാൻ പറഞ്ഞു BJPയുടെ താല്പര്യമാണോ ഈ രൂപത്തിൽ? അവർക്ക് താല്പര്യങ്ങളുണ്ട്, എല്ലാ സ്റ്റേറ്റിലും കാണുന്നുണ്ട്. ഇതേ രൂപത്തിൽ നിർവഹിക്കാനായിട്ട് അവർ ഈ ആധുനിക കാലഘട്ടത്തിൽ തീരുമാനിക്കുന്നുവെങ്കിൽ അവരോട് കഷ്ടമെന്നേ പറയാനുള്ളൂ. അതിൽ നമ്മൾ കാണേണ്ടത് അപകടകരമായ നിശബ്ദത ഒരു വിഭാഗം പുലർത്തുന്നു. ഇന്നലെ KSUവിനെയും MSFനെയും കണ്ടില്ലല്ലോ ആ പരിസരത്ത്. അല്ല, പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇന്നലെ ശ്രദ്ധേയമായ കാര്യം, എനിക്ക് ഈ ഒരു വിഷയത്തിൽ മിനിസ്റ്ററുടെ ഒരു പ്രതികരണം വേണമെന്നുണ്ട്. ശശി തരൂർ ഇന്നലെ പറഞ്ഞത് ഗവർണർ ഭരണഘടന അനുസരിച്ച് ചാൻസലർ എന്ന പദവിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ്. ഭരണഘടനാധിഷ്ഠിതമായിട്ടാണ് ചാൻസലർ എന്ന നിലയിൽ പെരുമാറിയിരിക്കുന്നത് ഗവർണർ എന്നാണ് ശശി തരൂർ പറഞ്ഞത്. പക്ഷെ KC വേണുഗോപാൽ പറഞ്ഞത് സംഖ്യവൽക്കരണത്തിന് ശ്രമിക്കുന്നുവെന്നാണ്. ശശി തരൂർ നന്നായി വായിക്കുന്ന ആളാണ്. ഭരണഘടനയിൽ ചാൻസലർ എന്നൊരു പദമുണ്ടോ? അപ്പൊ അദ്ദേഹം എവിടുന്ന ഭരണഘടനാപരമായിട്ട് ചാൻസലർ പ്രവർത്തിക്കുന്നത്? ഭരണഘടനയിലില്ല, നിയമത്തിലല്ലേ ഉള്ളൂ. നിയമം നമ്മൾ പാസ്സാക്കിയ നിയമല്ലേ, അതിൽ കൊടുത്ത അധികാരമല്ലേ. മറ്റത് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാലോ. ഇപ്പൊ കമൽനാഥിന്റെ ഹിന്ദിയിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ഇപ്പൊ മലയാളത്തിൽ പറയുന്നത്. ആ അജണ്ട ഇവിടെ അദ്ദേഹം മടക്കും. അല്ലെങ്കിൽ ഗവർണർ ഞങ്ങൾക്കെതിരെല്ലാം ആ ആശയങ്ങളാണ്, ഹിന്ദുത്വ ആശയങ്ങൾക്ക് ഒപ്പമാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഗവർണറെ ഉപയോഗിച്ച് ഇന്ത്യയിൽ എല്ലായിടത്തും ഇപ്പൊ അവർക്ക് വലിയ ഉത്കണ്ഠയില്ല. കാരണം ഇപ്പൊ 2 സ്റ്റേറ്റിലല്ലേ അവരുള്ളൂ, കർണാടകയും പിന്നെ ഹിമാചൽ വളരെ ചെറിയ സ്റ്റേറ്റിലാണ് അവരുള്ളത്. നേരത്തെ അവർ ഭരിച്ചിരുന്ന സ്റ്റേറ്റിലെല്ലാം ഈ പ്രശ്നം ഉണ്ടായി. അവിടെ എല്ലാം ജനങ്ങൾ അണിനിരത്തി അതിശക്തമായ നിലപാടും സ്വീകരിച്ചിട്ടില്ല അവര്. ചില പ്രസ്താവനകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പൊ ജനാധിപത്യത്തെ ബോധപൂർവം അട്ടിമറിക്കാനായി ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര അധികാരം ശ്രമിക്കുകയാണ്. അതിനെതിരെ
ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അപ്പൊ നിശബ്ദമായൊരു മൗനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അപകടകരമാണ്. തീർച്ചയായിട്ടും അവർക്ക് ഒന്നുകിൽ അവര് അങ്ങോട്ടുള്ള വഴിയിലാണ്, അതിന് കിട്ടാവുന്നൊരു അവസരം നോക്കിയിരിക്കുന്നു. അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് ഇങ്ങനെ ഒരു പ്രതികരണമെങ്കിലും നടത്തേണ്ടി വന്നിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ ഇന്നലെ ക്യാമ്പസിൽ KSUവും MSFും SFIയും അടക്കമുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഇറങ്ങേണ്ടതായിരുന്നു. തീർച്ചയായും, അല്ലെങ്കിൽ അവരുടെ മറുപടി വരണം. ഇതിലൊരു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗവർണറുടെ കൂടെയുള്ള ഒരു RSSകാരനായ പേഴ്സണൽ സ്റ്റാഫാണ് ഈ പേരുകളെല്ലാം നൽകിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയണം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരുകൾ ഇവർ ശുപാർശ ചെയ്തതാണ്, RSS ശുപാർശ ചെയ്തതാണോ? അപ്പോൾ RSSന്റെ നോമിനികളായിട്ടാണ് ഇവർ കോൺഗ്രസിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പറയണം. മാത്രമല്ല ആ ലിസ്റ്റിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളെ പിൻവലിക്കുകയും വേണം. അത് സ്വാഭാവികമായിട്ട് അവർ ചെയ്യേണ്ടതല്ലേ. RSSകാരൻ കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് ഈ നോമിനേഷൻ എല്ലാം നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അത് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ലിസ്റ്റിൽ അവരുടെ പാർട്ടിയുടെ ആളുകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്? ഓക്കെ, ഇനിയിപ്പോ നവകേരള സദസ്സിലേക്ക് തിരിച്ചു വന്നാൽ നമ്മളിപ്പോ കൊട്ടാരക്കരയിലെത്തി. ഇനി 2 ജില്ലകൾ മാത്രമേ ഉള്ളൂ നമുക്കൊപ്പം. അല്ല, മിനിസ്റ്റർ ആതിഥേയന്റെ കൂടെ ഒന്ന് പോയിട്ട് വരാം. മിനിസ്റ്റർ ഒരു നിമിഷം ഞാൻ പോയിട്ട് വരാം. അപ്പോൾ